അല്ല എന്നെ ഇപ്പോൾ CPM ഭരണപക്ഷത്തിൽ നിന്ന് എന്താ പറയുക പ്രതിപക്ഷത്തേക്ക് എന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവർക്ക് തന്നെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഞാനതിന്റെ മധ്യസ്ഥ നിലപാടായിരിക്കും, മധ്യസ്ഥ സീറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പ്രതിപക്ഷമാക്കാനുള്ള വലിയ വ്യഗ്രത പാർലമെന്ററി പാർട്ടിക്ക് CPM-നുണ്ടെങ്കിൽ നോക്കാം നമുക്ക്. അവിടെ ഇരിക്കണോ വേണ്ടേ എന്നുള്ളത് നിയമ വിദഗ്ധരുമായി ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്താണ് അതിന്റെ സ്റ്റാറ്റസ് എന്ന്. എനിക്ക് സെപ്പറേറ്റ് സീറ്റ് വേണമല്ലോ, അതിനാണെങ്കിൽ നമ്മൾ ഞാൻ കത്ത് കൊടുക്കും. എന്നിട്ട് സ്പീക്കർ എന്താ തീരുമാനിക്കുന്നത് നമുക്ക് ആലോചിക്കാം. അല്ല, ഞാൻ പ്രതിപക്ഷത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ എന്തായാലും തയ്യാറാവില്ല. ഞാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗമല്ലല്ലോ. എന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇൻഡിപെൻഡന്റായിട്ട് എന്നെ ഒരു ബ്ലോക്കാക്കി അവർ അനുവദിക്കുന്നത് നിയമപരമായിട്ട് ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒന്ന് അന്വേഷിക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ടവരോട്. പിന്നെ നിയമസഭയിൽ ഇപ്പം നിലത്ത് തറയിൽ ഇരിക്കാമല്ലോ, നല്ല കാർപ്പറ്റ് ഉള്ളതാണ്. ഒരു തോർത്തമുണ്ടും കൊണ്ടുപോയാൽ നിലത്ത് വെച്ചിരിക്കാം. അല്ല ഇനിയിപ്പം നമ്മളെ തറയിലിരിക്കാൻ തയ്യാറാണ്. ഇനിയിപ്പം അങ്ങനെ ഒരു വിഷമം നമ്മളെ സീറ്റിൽ കയറി ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞതല്ലോ, ഞങ്ങളെ വോട്ട് വാങ്ങിയാണ് ജയിച്ചത്. അപ്പൊ ഇനിയിപ്പം കുറച്ച് വോട്ട് എന്റെ ഉണ്ടല്ലോ, ആ സ്ഥിതിക്ക് ചിലപ്പോൾ കസാലിരിക്കാൻ എനിക്ക് യോഗ്യത ഉണ്ടാവില്ല. എന്റെ വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ആ തറയിൽ മുണ്ട് വിരിച്ചിരിക്കാനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്നോളാം. താങ്കൾക്കെതിരെ നിരന്തരമായിട്ട് കേസുകൾ വരുന്നുണ്ട്. ഒരു പരാതിക്കാരൻ വക്കീൽ നോട്ടീസ് അയച്ചു എന്നതാണ്. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി താങ്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമ്പോൾ നമ്മൾ മറുപടി കൊടുക്കാം. ഉറപ്പല്ലേ, കേസുകൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം സംസ്ഥാനത്താകെ കേസ് കൊടുക്കാൻ അവര് വളരെ വിദഗ്ധരുമായി സംസാരിച്ച് അതിന് ആളുകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയൊരു 100 കേസെങ്കിലും പ്രതീക്ഷിക്കാം. അതാണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ. ഞാനിപ്പം LLB ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്നത്. പിന്നെ സ്വന്തമായിട്ട് വാദിക്കാലോ. അപ്പൊ അത് LLBന്റെ വല്ല ഷോർട്ട് ടേം കോഴ്സ് ഒരു കൊല്ലം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ ഒരു വക്കീലെ തെരഞ്ഞെടുക്കണ്ടല്ലോ. അപ്പൊ അത് ആ ഒരു ആലോചന കൂടെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. 9-ാം തീയതി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇന്നലെ മഞ്ഞൾ പരാതി കൊടുത്ത് മഞ്ചേരി സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ അന്ന് വാർത്താ സമ്മേളനം നടത്തി ഇത്രയും ദിവസം അതിന് പരാതിയില്ല, കേസുമില്ല. ഇന്നലെ മാത്രം കേസ് എടുക്കുന്നു. അപ്പൊ അതിനുള്ള സ്വാഭാവികത എല്ലാം അസ്വാഭാവികമല്ലേ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെ 2 ആളുകളെ ഞാൻ ഈ സമൂഹത്തിന് മുമ്പ് പത്രക്കാരുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. അവർ സ്വർണം കൊണ്ടുവന്നവരും വരുന്ന എങ്ങനെയാണ് പോലീസ് അടിച്ചു മാറ്റിയത്. മുഖ്യമന്ത്രി പറഞ്ഞ പോലെ മുഖം തിരിച്ചിരുത്തി മഹത്വവൽക്കരിക്കല്ല ചെയ്തത്. ആ കുടുംബം ഉൾപ്പെടെ കേരളത്തിലെ സമൂഹത്തോട് ഞങ്ങൾ ഇങ്ങനെ കൊടുന്നു, ഇങ്ങനെ പോലീസ് ചെയ്തു. ആ കുടുംബം, ആ വ്യക്തികളെ, ആ 2 വ്യക്തികളെടുത്ത് പോയിട്ട് പോലും ഇതുവരെ ഈ പറയുന്ന SIT അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ അത് പ്രഹസനായി പോകുന്നു. ഇപ്പൊ എന്റെ പേരിൽ കേസെടുക്കാൻ എന്താ മാർഗം? SIT ഉൾപ്പെടെ കേരളത്തിലെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ കേസെടുക്കട്ടെ എന്ന്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ഹൈക്കോടതിയുടെ മുന്നിൽ ഇതൊക്കെ വരുന്നുണ്ട്, അവർ കാണുന്നും കേൾക്കുന്നുണ്ട്. അപ്പൊ അവരും ബഹുമാനപ്പെട്ട കോടതികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. ആ നീതിപീഠത്തിന്റെ മുന്നിൽ ഞാൻ പോകും. ഞാൻ പറയാനല്ലേ പറയും, ജനങ്ങളോട് ആദ്യം പറയും. പിന്നെ അതിന്റെ ലീഗൽ ആക്ഷൻ ബഹുമാനപ്പെട്ട കോടതിയിലാണ്. ആ പണിയിലേക്ക് ഞാൻ നീങ്ങുമല്ല, എന്ത് ചെയ്യാൻ പറ്റും? അല്ലല്ല, ഞാൻ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്ന കേസിന്റെ പറഞ്ഞത്. മറ്റേ കേസിൽ ചില തടസ്സങ്ങളുണ്ട്. കാരണം ഇപ്പൊ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കോടതി സ്വാഭാവികമായിട്ടും ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് അതിൽ കാര്യമായിട്ട് പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് നോക്കാം എന്നാണ് ലീഗൽ അഡ്വൈസ് കിട്ടിയിരിക്കുന്നത്. അല്ല, അത് പഠിച്ചേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ഓടിപ്പോയി FIR ക്വാഷ് ചെയ്യണം എന്ന് പറയുന്നത് എന്താ പറയാ, അതിന്റെ ലീഗാലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കോടതിയിൽ ബോധ്യപ്പെടുത്ത കേസ് നടക്കണം. അല്ല, അതിന് മറുപടി കൊടുക്കും. അതിന് രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ട് നേരിടും. അത്രയല്ലേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പുറകോട്ട് പോകാൻ തയ്യാറില്ല. ഞാൻ കൊടുത്ത പരാതി പാർട്ടിക്കാണ്. പാർട്ടി ആ കൊടുത്ത കവറൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
അത് പൊട്ടിച്ചു നോക്കിയിരുന്നെങ്കിൽ ഒരിക്കലും പാർട്ടി സെക്രട്ടറി പി ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ കഴമ്പില്ല എന്നൊരിക്കലും പറയില്ല. അത് കഴമ്പുണ്ട് എന്ന് കേരളത്തിലെ കോടാനക്കോടി ജനങ്ങൾ ഒരു ഘട്ടത്തിൽ എനിക്കത് പുറത്ത് വിടിയിച്ചു. അവര് ജനങ്ങളും സഖാക്കളും പരിശോധിച്ചുകൊണ്ടിരിക്കില്ലേ. അതങ്ങനെ പോട്ടെ. ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും തിങ്കളാഴ്ച ചിലപ്പോൾ പ്രയാസമായിരിക്കും. കാരണം ഞായറാഴ്ച നമ്മുടെ ഈ സമ്മേളനം കഴിഞ്ഞ് രാത്രി വൈകി പോകാൻ കഴിയുമെന്ന് അറിയില്ല. കാരണം സമ്മേളനത്തോടു കൂടി ഇത് അവസാനിക്കല്ലല്ലോ. സമ്മേളനത്തോട് കൂടിയിട്ട് ഈ പാർട്ടിയുടെ എന്താ പറയുക ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസം അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിൽക്കേണ്ടി വരും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഔദ്യോഗികമായി പദവി വഹിക്കാൻ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്ഥാനം രാജിവെക്കേണ്ടി വരുമല്ലോ. അതിനൊരു നിയമോപദേശം നോക്കിയിരുന്നോ? അല്ല, അത് പരിശോധിച്ചുകൊണ്ടിരിക്കണം. 2 ആംഗിൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഇപ്പോഴും താങ്കൾക്കെതിരെ ഇന്നലെ ഉൾപ്പെടെ ഭീഷണി മുദ്രാവാക്യം അത് തുടരുക തന്നെയാണ് ഒരു അല്ല, ഈ ഭീഷണി മുദ്രാവാക്യം അത് അവർ അച്ചടിച്ച് ഈ പാവപ്പെട്ട സഖാക്കളെ കൊണ്ട് അത് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ടൊന്നും ഈ വിഷയം അവസാനിക്കുന്നില്ല. അപ്പൊ അത് എനിക്ക് ഈ പാവപ്പെട്ട സഖാക്കൾ അതിനുവേണ്ടി വിടുന്നവരോട് പറയാനുള്ളത്, എന്റെ മേലേക്ക് എടുത്താൽ ഞാൻ തിരിച്ചടിക്കും. അതിന് യാതൊരു തർക്കമില്ല. അപ്പം ഈ പറഞ്ഞു വിടുന്നവരെ മേലേക്കല്ല പോവുക. ഈ മുദ്രാവാക്യം വിളിക്കുന്നവരും എന്നെ മെക്കെട്ട് കയറാൻ വരുന്നവരില്ല. ഇതിനെ പറഞ്ഞു വിടുന്നൊരു ടീമുണ്ട് കേരളത്തിൽ. ഇതിങ്ങനെ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം അതാ. എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു വരുന്നവരുടെ തലക്കാണ് ആദ്യം അടിക്കേണ്ടത്. അതെന്നെ കൊന്നാലും അടിക്കാനും അതിനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് വെറുതെ വിട്ടിട്ട് ആ രീതിയിൽ പോകാൻ കഴിയുന്നത് ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് ചിലപ്പോൾ ഇത് പറയാൻ ഞാനുണ്ടാവില്ല. പക്ഷെ അന്ന് നിങ്ങളിത് പറയണം. മനസ്സിലായില്ലേ? ഇങ്ങനെ പി വി അൻവർ പറഞ്ഞിരുന്നു. ഇത് വെള്ളരിക്ക പട്ടണം എന്നല്ല. വെള്ളരിക്ക പട്ടണത്തിൽ ഒരു പലതും കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ട്. ആ ദമ്മം വെച്ച് എന്റെ രംഗത്തേക്ക് വരാൻ നിൽക്കണ്ട. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് തന്നെയാണ് PR ഏജൻസിക്കുള്ള കത്ത് പോയത് എന്നും ഈ അധികമായി എഴുതി ചേർത്ത് വരുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നാണ് പറഞ്ഞത്. അങ്ങനെ മുഖ്യമന്ത്രി ഓഫീസിൽ 2 പ്രമുഖരാണെന്ന് പറയുന്നു. അതാണെന്ന് താങ്കൾക്ക് വല്ല അറിവുണ്ട്? ആര് പ്രമുഖർ എന്ന് പറയുന്ന ADGP അജിത് കുമാറും ഈ പറയുന്ന പി ശശി അല്ലാതെ ആരാ? ADGP അജിത് കുമാർ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലല്ലോ. മുക്കാഭാഗം സമയം എവിടെയാ? ഈ ശശിന്റെ ക്യാബിനിലാണ്. അവരായിരിക്കും. അങ്ങനെ അതിനെ പറ്റി കാണാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒപ്പിക്കുന്നവരല്ലേ. അപ്പൊ ഇതും അവരല്ലാതെ വേറെ ആരും ഒപ്പിക്കാനാണ്? ഇനി വേറെ ആരും ഉണ്ടോന്നുള്ളത് അന്വേഷിക്കുന്നവർ അന്വേഷിക്കുക. ഇപ്പൊ അന്വേഷണം ഒന്നുമില്ലല്ലോ. അവർക്ക് ക്ലീൻ ചീറ്റ് കൊടുത്തു കഴിഞ്ഞല്ലോ. പെട്ടെന്ന് ക്ലീൻ ചീറ്റ് കൊടുക്കണം. ഇപ്പോ ഇന്നലെ 3 അന്വേഷണം പറഞ്ഞു. ഇന്റലിജൻസ് അന്വേഷണം നടക്കും. ഈ ഇന്റലിജൻസ് ADGPയുടെ കീഴിലാണ് ആര്? ഈ അങ്കിത് അശോകൻ. ഈ പൂരം കലക്കാൻ